ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഹാൻ ആർട്ടിസ്ട്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു നെയിം പ്ലേറ്റ് ഉണ്ടാക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയിം പ്ലേറ്റാണ്. അതിന് ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് വേണം, പിന്നെ മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പെയിൻറ്റും. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് നെയിം പ്ലേറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നത് നെയിം പ്ലേറ്റിൻ്റെ എഡ്ജസ് എല്ലാം നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് നിങ്ങളുടെ അടുത്ത് മാസ്കിംഗ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എഡ്ജസ് എല്ലാം കവറാവുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. അതും എല്ലാ ബോർഡേഴ്സും പുറത്തേക്ക് കാണുന്ന ബോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നല്ല ഭംഗി കിട്ടാൻ, എങ്ങനെയൊക്കെ ഭംഗി കിട്ടാൻ പറ്റും ആ രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ കാർഡ്ബോർഡിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് ഈ കാർഡ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ തിക്കായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ കംപ്ലീറ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് കാർഡ്ബോർഡിൻ്റെ കളറ് പുറത്തേക്ക് കാണിക്കും. അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ നല്ല തിക്കായിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ലെയർ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ ചില ഭാഗങ്ങളിൽ പെയിൻറ്റ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം അത് നല്ല ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണം. പെയിൻറ്റ് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നെയിം പ്ലേറ്റിൽ വെക്കാനുള്ള ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റിലാണ് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ലെറ്റേഴ്സ് കട്ട് ചെയ്തത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചാലും മതി. ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ പേര് എഴുതിയിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നെയിം എഴുതിയിട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഫ്രണ്ടിൽ ഫുൾ ഗ്ലിറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ എഴുതിയാലും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഇനി നെയിം പ്ലേറ്റിലേക്ക് ലെറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ലെറ്റേഴ്സ് ഒട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൂടെ വെച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇങ്ങനെ അട്രാക്റ്റീവായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സിന് പകരമായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റിക്ക് ചെയ്താൽ മതി. സപ്പോസ് ഇപ്പോൾ ഹെയർ ക്ലിപ്പിലുള്ള റിബൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സിൻ്റെ മേലെയുള്ള എന്തെങ്കിലും ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഭംഗിയായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ പ്ലെയിനായി കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവായി തോന്നും. ഞാനിവിടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചതിന് ശേഷമാണ് ലെറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് അധികം ഇല്ലെങ്കിലും ലെറ്റേഴ്സ് ഒന്ന് അടുത്ത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം ലെറ്റേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ നെയിം പ്ലേറ്റ് ഇവിടെ റെഡിയായി. ഇത് നിങ്ങൾക്ക് ചുവരിൽ ഹാങ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ വെക്കുകയൊക്കെ ചെയ്യാം. നല്ല ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.